നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം സംസാരിക്കാൻ പോണത് നമ്മുടെ ഭൂരിഭാഗം എല്ലാവരും നേരിടുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. മടി അഥവാ അലസത. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്. രാവിലെ അലാറം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കൂടി ഉറങ്ങാം എന്ന് തീരുമാനിച്ച് അത് ഓഫ് ചെയ്യുന്നതാണ് നമ്മളിൽ പലരും. ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് അത് പിന്നെ നാളെയാവാം അല്ലെങ്കിൽ വൈകുന്നേരമാവാം എന്ന് വിചാരിച്ച് മാറ്റിവെക്കുന്നവരും നമ്മളെ ഇടയിലുണ്ട്. ഈ മടി കാരണം നമ്മളുടെ എത്രയോ നല്ല അവസരങ്ങളാണ് എന്നതിനെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ ഇന്ന് ചിന്തിച്ച് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇതിനുള്ള സൊല്യൂഷനാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരും, ചിന്താഗതിയിലും മാറ്റം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി എന്തുകൊണ്ടാണ് നമുക്ക് മടി ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ആദ്യമായി പറയാനുള്ളത് ലക്ഷ്യബോധമില്ലായ്മ. നമുക്ക് ഇന്ന് എന്താണ് ചെയ്യണമെന്ന് ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് സ്വയം മടി എന്ന ഈ അവസ്ഥയിലേക്ക് പോകും. ഇതാണ് ഫസ്റ്റത്തെ. ലക്ഷ്യബോധം വേണം. ലക്ഷ്യബോധമില്ലായ്മയാണ് ഫസ്റ്റ് നമ്മളായി മടിയിലേക്ക് പോകുന്നതിനുള്ള ഫസ്റ്റ്. രണ്ടാമത്തത് വലിയ ജോലികൾ ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് കരുതി നമ്മൾ അതൊരു മടിയിലേക്ക് പോകുമ്പോൾ എന്നിട്ട് ജോലി മാറ്റി വയ്ക്കും. ഇതുമാതിരി വലിയ ജോലികൾ നമ്മുടെ മുന്നിൽ വരുമ്പോഴാണ് വീണ്ടും മടി ഉണ്ടാകുന്നത്. അടുത്തതായി ഉറക്കക്കുറവും മോശമായ ഭക്ഷണ രീതിയുമാണ് ശരീരത്തിന് ക്ഷീണമുണ്ടാക്കും. ഇത് സാവധാനം മടിയിലേക്ക് മാറും. ഇതാണ് അടുത്ത ഒരു കാര്യം. അടുത്തതായി മൊബൈൽ ഫോൺ അഡിക്ഷൻ. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും കണ്ട് അതിൽ നിന്നുള്ള ഡോപ്പമിൻ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയതായി ഒരു ജോലി ചെയ്യാൻ നമുക്ക് മടി തോന്നും. ഇങ്ങനെയാണ് മൊബൈൽ ഫോൺ അഡിക്ഷൻ മൂലം മടി ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന മടി എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. മടി മാറ്റാൻ സഹായിക്കുന്ന വിപ്ലവകരമായ സൈക്കോളജിക്കൽ ട്രിക്ക് എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതും നിങ്ങളുടെ ജീവിതത്തിൽ മടി മാറ്റാൻ കാര്യമായി സഹായിക്കും. ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് 5 സെക്കൻഡ് റൂൾ. മെൽ റോബിൻസ് എന്ന എഴുത്തുകാരി പ്രശസ്തമാക്കിയ ഈ നിയമമാണ് അടുത്തതായി നമുക്ക് പ്രയോഗിക്കാനുള്ളത്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ മനസ്സിൽ 5, 4, 3, 2, 1 എന്ന് റിവേഴ്സിൽ എണ്ണുക. ഇങ്ങനെ റിവേഴ്സിൽ എണ്ണിട്ട് 1 എത്തുമ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച ജോലിയിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കുക. തലച്ചോറിന് ചിന്തിക്കാൻ ഒരു സമയം കൊടുക്കരുത്. ഈ ട്രിക്കാണ് 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത്. ഈ റൂൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ മടി മാറി കിട്ടും. അടുത്ത ട്രിക്കാണ് സെക്കൻഡ് ട്രിക്ക് എന്ന് പറയുന്നത് നമുക്ക് 2 മിനിറ്റ് റൂളാണ്. അതായത് ഒരു പണി ചെയ്ത് തീർക്കാൻ 2 മിനിറ്റിൽ താഴെ സമയമെടുക്കുകയുള്ളെങ്കിൽ ആ പണി അപ്പോൾ തന്നെ ചെയ്യുക. ആ ജോലി കംപ്ലീറ്റ് ആക്കാൻ, ഉദാഹരണത്തിന് ഒരു ചായ കുടിച്ച് ഗ്ലാസ് കഴുകി വെക്കുക, വസ്ത്രം മടക്കി വെക്കുക എന്നിവയുള്ള 2 മിനിറ്റിൽ കുറവുള്ള ജോലികൾ മാറ്റി വയ്ക്കാതെ അപ്പം തന്നെ സഡൻലി ചെയ്യുക. ഈ റൂള് നമ്മൾ 2 മിനിറ്റിൽ ചെയ്ത് തീർത്തിട്ടുണ്ടെങ്കിൽ ഈ റൂൾ പ്രകാരം നമ്മുടെ മടി മാറി കിട്ടും. അടുത്ത ട്രിക്കാണ് ജോലികളെ ചെറുതാക്കുക. നിങ്ങൾ ഒരു പ്രൊജക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് മടി തോന്നും. അതിന് പകരം ആ ജോലി പതുക്കനെ 10 മിനിറ്റുള്ള ജോലിയാക്കി മാറ്റിയിട്ട് അത് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ 10 മിനിറ്റ് ജോലി ചെയ്യുമ്പോൾ തുടക്കമിടാനാണ് നമുക്ക് പാട്. തുടക്കമിട്ട് കഴിഞ്ഞാൽ ആ ജോലി കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ 10 മിനിറ്റ് ആ ജോലി ചെയ്ത് കിട്ടിയാൽ നമ്മുടെ മനസ്സ് അതിനോട് ഇണങ്ങിച്ചേർന്ന് ആ ജോലി മടിയില്ലാതെ ചെയ്തു തീർക്കാൻ പറ്റും. അടുത്തത് മടി മാറ്റാൻ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങളും കൂടി അത്യാവശ്യമാണ്. അടുത്ത ഒരു മെത്തേഡാണ് ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. മനസ്സ് മാത്രമല്ല, നമ്മുടെ ശരീരവും മടിക്ക് കാരണമാവാറുണ്ട്. മനസ്സിന് എത്ര ഉഷാറുണ്ടെങ്കിലും ശരീരത്തിന് ഒരു ഹെൽത്തി ശരീരമില്ലെങ്കിൽ അത് നമ്മൾ മടിക്ക് കാരണമാവും. നമ്മൾ എങ്ങനെയായാലും ശരീരത്തിനുള്ള ഹെൽത്ത് ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണം. ഒന്നാമത്തെ കാര്യമാണ് ശരിയായ ഉറക്കം. ശരീരത്തിന് 7-8 മണിക്കൂറെങ്കിലും മിനിമം ഉറക്കം അത്യാവശ്യമാണ്. ഈ ഉറക്കം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കണം. തന്നെ രാവിലെ എനിക്ക് ചെറിയൊരു വ്യായാമം ചെയ്യണം. 10 മിനിറ്റ് നടക്കുകയോ സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്താൽ ആ ദിവസം കൂടുതലായി നമുക്ക് ഉന്മേഷം കിട്ടും. ഇതാണ് ശരീരത്തിന് നാം നൽകേണ്ടത്. അടുത്തതായി ജലാംശം നിലനിർത്തുക. ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കുറയുമ്പോഴാണ് മടി ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ഉപേക്ഷിക്കരുത്. വെള്ളം ആവശ്യത്തിന് കുടിക്കുക. അടുത്തതായി മടി വരുന്നതിനുള്ള കാരണം ഡിജിറ്റൽ ഡീടോക്സ് ആൻഡ് ഫോക്കസ് ആണ്. ഇന്നത്തെ കാലത്ത് മടിയുടെ ഏറ്റവും വലിയ കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ തന്നെയാണ്. നമ്മളൊരു ജോലി ചെയ്യാനിരിക്കുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു ഫോണിൽ. അപ്പോൾ ഫോൺ എടുക്കുന്നു. ഇത് നോക്കി നമ്മൾ അരമണിക്കൂർ പോയത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇങ്ങനെയാണ് ഒരു മടി ഉണ്ടാവാൻ ഒരു കാരണം വരുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോൺ മറ്റൊരു റൂമിലേക്ക് വെക്കുകയോ അല്ലെങ്കിൽ സൈലന്റ് മോഡിലേക്ക് ആക്കി വെക്കുകയോ ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരുന്നത് നമ്മൾ അറിയാത്ത രീതിയിൽ ഡോണ്ട് ഡിസ്റ്റർബ് എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുകയോ ചെയ്താൽ നമ്മൾ ഈ ഫോണിലേക്കുള്ള ശ്രദ്ധ പോവുകയില്ല. അങ്ങനെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റും, നമ്മുടെ മടി ഇല്ലാതാവുകയും ചെയ്യും. അതായത് 25 മിനിറ്റ് വളരെ ശ്രദ്ധയോടുകൂടി ജോലി ചെയ്യുകയും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയും ചെയ്താൽ നമുക്ക് മടി കൂടാതെ വീണ്ടും ജോലി ചെയ്യാനുള്ള ഉന്മേഷം ഉണ്ടാവും. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഈ ലോകത്ത് വിജയിച്ച എല്ലാവർക്കും മടി ഉണ്ടാവാറുണ്ട്. പക്ഷേ സാധാരണക്കാരനും
വിജയികളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ വിജയികൾ മടി തോന്നുമ്പോഴും അവരുടെ ലക്ഷ്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കും. അവർക്ക് നാളെ ചെയ്യാമെന്ന് മാറ്റിവെക്കുന്ന ഒരു ചിന്താഗതി ഉണ്ടാവുകയില്ല. എന്തും ചെയ്യാനുള്ള നല്ല സമയം ഇപ്പോൾ തന്നെയാണ്, പിന്നൊരു ദിവസമെന്ന് ഇല്ല എന്നൊരു ചിന്താഗതിയാണ് വിജയിക്കുന്നവരുടെ മനസ്സിലിരിപ്പ്. ഇതേപോലെ നമ്മളും ചിന്തിക്കുക. ഒരു കാര്യം നാളേക്ക് മാറ്റിവെക്കാതെ ഇന്നു തന്നെയാണ് ഈ കാര്യം ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമെന്ന് നാം ചിന്തിക്കുക. വീഡിയോയിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇന്നു തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ. ഏത് ട്രിക്കാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്രദമായ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതേപോലെ ഇൻഫോർമേറ്റീവായ വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോ വീണ്ടും നിങ്ങൾക്ക് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്